ഹായ്. സ്ഫടികത്തിലെ തിലകനെ ഓർമ്മയുണ്ടോ? സ്ഫടിക സിനിമ കണ്ടിട്ടുണ്ടോ? എങ്ങനത്തെ ഒരു മനുഷ്യനാണ് തിലകൻ? അതിൻ്റെ അകത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പിതാവ് അല്ലേ? ലോകത്തിന്റെ സ്പന്ദനം മുഴുവനും കണക്കില് എന്ന് പറയുന്ന, ഞാൻ പറയുന്നത് മാത്രം ശരിയാണ് എന്ന് പറയുന്ന ഒരു പിതാവ്. അത് അങ്ങനത്തെ മനുഷ്യരെ നിങ്ങൾ ശരിക്കും ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങളുടെ അച്ഛൻ അങ്ങനെ ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു അമ്മാമ്മൻ ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഒരു മുത്തശ്ശനോ ആരെങ്കിലും ഉണ്ടായിരുന്നിരിക്കാം അങ്ങനെ, അല്ലേ? ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, ഈ വഴിക്ക് തന്നെ പോകണം, കുട്ടികളെ ലാളിച്ച് വഷളാക്കരുത്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ പറയുന്നത് ഈ ഒരു ഇതിൽ മാത്രം പോകുന്ന ആൾക്കാർ. അത് പുരുഷന്മാർ തന്നെ ആവണമെന്നില്ല കേട്ടോ, അങ്ങനത്തെ സ്ത്രീകളും ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ അമ്മയായിരിക്കും നിങ്ങളുടെ വീട്ടിൽ കുറേയും കൂടെ സ്ട്രിക്റ്റ് അച്ഛനെ കാട്ടിലും. നിങ്ങൾ എങ്ങനെ എന്നാ ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കുന്നത് അമ്മയായിരിക്കും. അപ്പൊ ആ ഒരു ഭാവം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞല്ലോ, ഈഗോ സ്റ്റേറ്റുകളെ പറ്റി പറഞ്ഞില്ലേ? അപ്പൊ ഈഗോ സ്റ്റേറ്റിൽ നമ്മൾ പറഞ്ഞു പാരന്റ് ഉണ്ട്, അഡൾട്ട് ഉണ്ട്, ചൈൽഡ് ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു പിതൃഭാവം. ഈ പിതൃഭാവം എന്ന് പറഞ്ഞതിന് ഒരു കംപ്ലൈന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, കാരണം അതിന് ഞാൻ വല്ലാണ്ട് ജെൻഡർ സ്പെസിഫിക് ആയിട്ട് പോയി. അതുകൊണ്ട് വേണമെങ്കിൽ അതിന് രക്ഷാകർത്തൃഭാവം എന്ന് നമുക്ക് പറയാം. കാരണം അതൊരു അച്ഛൻ മാത്രമല്ല, അമ്മ വേണമെങ്കിലും അങ്ങനത്തെ ഭാവം കാണിക്കാം. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് ആ ഭാവം. അപ്പൊ അങ്ങനത്തെ ഒരു പാരന്റ് ഈഗോ സ്റ്റേറ്റ്, ഒരു അഡൾട്ട് ഈഗോ സ്റ്റേറ്റ്, ഒരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്, നമ്മൾ അതിനെ സ്ട്രക്ചറൽ ഈഗോ സ്റ്റേറ്റ്സ് ആണ് വിളിച്ചത്. പിന്നെ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞു ഒരു ഫങ്ഷണൽ ഈഗോ സ്റ്റേറ്റും കൂടെ ഉണ്ട്, സ്ട്രക്ചറൽ മാത്രമല്ല. അതിൻ്റെ അകത്ത് ചൈൽഡിന്റെ 2 തരത്തിലുള്ള ഫങ്ഷണൽ ഈഗോ സ്റ്റേറ്റ് നമ്മൾ കണ്ടു. ചൈൽഡിൽ തന്നെ ഫ്രീ ചൈൽഡും ഉണ്ട്, അഡാപ്റ്റഡ് ചൈൽഡും ഉണ്ട്. ഈ അഡാപ്റ്റഡ് ചൈൽഡ് തന്നെ നല്ല അനുസരണ കുട്ടിയുണ്ട്, അല്ലാത്തൊരു വഴക്കാളി കുട്ടിയുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതേപോലെ തന്നെ ഈ പാരന്റിനും 2 ഭാവങ്ങളുണ്ട്. ഒന്ന് ഒരു കർക്കശക്കാരനായ ഒരു ഭാവം, കർക്കശക്കാരനായ രക്ഷാകർത്തൃഭാവം എന്നോ അല്ലെങ്കിൽ പിതൃഭാവം എന്നോ എന്താ ചോദിച്ചു അത്. അപ്പൊ ഒരു കർക്കശഭാവം, അല്ലെങ്കിൽ ദ കൺട്രോളിങ് പാരന്റ് ഓർ ദ ക്രിട്ടിക്കൽ പാരന്റ്. നമ്മൾ സാധാരണ പടമൊക്കെ വരച്ചിട്ട് TA പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്ത് CP എന്നാണ് എഴുതുക. അതിന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ നമ്മൾ പനിയൊക്കെ വന്നിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ അമ്മ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കൈ വയ്ക്കുന്നത് എന്തൊരു തണുപ്പല്ലേ അത്. അമ്മയുടെ കൈ കൊണ്ട് തലയൊക്കെ ഇങ്ങനെ ഒന്ന് തലോടുന്നത്, അതിൻ്റെയൊക്കെ ഒരു സുഖം ഒന്ന് പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റില്ല അല്ലേ? അതും പാരന്റിന്റെ ഒരു ഭാവമാണ്. പോറ്റുന്ന ഭാവം അല്ലെങ്കിൽ നർച്ചറിങ് പാരന്റ്. ഇത് അമ്മ മാത്രമല്ല കേട്ടോ, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അച്ഛനാവും വയ്യാണ്ടിരിക്കുമ്പോൾ നിങ്ങളെ വന്നിട്ട് കെയർ ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെ കാണും. ഇനിയിപ്പോ ഇത് ഞാൻ പറയണോണ്ട് ഇത് വലിയ ആൾക്കാരിൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട, ചെറിയ കുട്ടികളിലും ഉണ്ട് ഈ ഭാവം. ഓർമ്മയുണ്ടോ അന്ന് ഞാൻ ഒരു കഥ പറഞ്ഞത്, ഒരു കുട്ടി എൻ്റെ നെവ്യൂവിൻ്റെ അടുത്ത് കളിച്ചൊരു കഥ? അപ്പോൾ അങ്ങനെയും ആവാം. ഒരു 8 വയസ്സുള്ള കുട്ടിയിലും 6 വയസ്സുള്ള കുട്ടിയിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഭാവങ്ങൾ കാണാൻ പറ്റും. ഒരു മുതിർന്ന ആളില് ഒരു ശിശുഭാവം കാണുന്ന പോലെ തന്നെ ഒരു ചെറിയ കുട്ടിയില് ഒരു പിതൃഭാവവും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ പാരന്റിനും ഫങ്ഷണൽ ഈഗോ സ്റ്റേറ്റിന്റെ ലെവലിൽ വരുമ്പോൾ 2 വകഭേദങ്ങളുണ്ട്. കൺട്രോളിങ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാരന്റും ഉണ്ട്, നർച്ചറിങ് പാരന്റും ഉണ്ട്, അല്ലെങ്കിൽ കർക്കശ ഭാവവും പോറ്റുന്ന ഭാവവും. പോറ്റുന്ന ഭാവം എന്ന് പറയുമ്പോൾ ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് കവിയൂർ പൊന്നമ്മയാണ്. കവിയൂർ പൊന്നമ്മയെ ആലോചിക്കുമ്പോൾ എന്താ മനസ്സിൽ വരിക? ആ നിറഞ്ഞൊരു ചിരിയും മോനേ എന്നുള്ള ആ ഒരു വിളിയും അല്ലേ? അതാണ് നർച്ചറിങ് പാരന്റിന്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് പറയാൻ പറ്റുക. അപ്പോ ഈ ഭാവങ്ങളിലും നമ്മൾ ചൈൽഡിന്റെ ഇതിൽ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ നല്ലോണം സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ്, ചുമയൊക്കെ ആയിട്ട് ഡോക്ടറെ അടുത്ത് ചെല്ലുകയാണ്. അപ്പൊ ഡോക്ടർ പറയാണ് സിഗരറ്റ് ഇനി വലിക്കരുത് കേട്ടോ, തൊട്ടുപോയ. അത് ഒരു പോസിറ്റീവ് ക്രിട്ടിക്കൽ പാരന്റ് ആണ്. ഈ ഡോക്ടർ ഇത് പറയുമ്പോൾ അവരുടെ ഭാവം എന്താണ്? വളരെ ചെറുപ്പത്തിൽ ആ ഡോക്ടറുടെ അച്ഛനോ അമ്മയോ ഡോക്ടറെ അടുത്ത് ഇത് നീ ചെയ്യരുത് എന്ന് പറഞ്ഞ അതേ ഭാവമാണ്. അപ്പൊ ക്രിട്ടിക്കൽ പാരന്റ് പലപ്പോഴും ഇങ്ങനെ കൈ ചൂണ്ടിയിട്ടാ സംസാരിക്കുക. അത് പക്ഷെ ഒരു പോസിറ്റീവ് ക്രിട്ടിക്കൽ പാരന്റ് ആണ്, കാരണം അത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. എന്നാൽ അതേസമയം
ഇപ്പൊ ഞാൻ എൻ്റെ കീഴിൽ ജോലി എടുക്കുന്ന ഒരാളുടെ അടുത്ത്, ഓ നിന്നെ കൊണ്ട് ഞാൻ തോറ്റു, എപ്പോ നോക്കിയാലും നീ ഇങ്ങനത്തെ തെറ്റുകൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക, ഇത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? ഇത് ഒരു നെഗറ്റീവ് ക്രിട്ടിക്കൽ പാരന്റ് ആണ്. കർക്കശഭാവം അതിന്റെ ഒരു നെഗറ്റീവ് ഫോമിൽ കാണിക്കുന്നു. ഇത് മറ്റേ തളർത്താനേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ പോറ്റുന്ന ഭാവം അല്ലെങ്കിൽ നർച്ചറിങ് പാരന്റിനുണ്ട് പോസിറ്റീവും നെഗറ്റീവും. ഇപ്പൊ ഒരു പോസിറ്റീവ് നർച്ചറിങ് പാരന്റിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ, നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചോളൂ കേട്ടോ, ഞാൻ ഉണ്ടാവും. ഇല്ലെങ്കിൽ സുഖമില്ലാണ്ട് കിടക്കുന്ന ഒരാളെ നമ്മൾ കെയർ ചെയ്യുമ്പോൾ, അതൊക്കെ നർച്ചറിങ് പാരന്റിന്റെ പോസിറ്റീവ് സൈഡാണ്. എന്നാൽ അതേസമയം ചില അമ്മമാരെ നമ്മൾ കണ്ടിട്ടില്ലേ കുട്ടികൾക്ക് ഹോംവർക്ക് ചെയ്തു കൊടുക്കുന്നത്, അത് നെഗറ്റീവ് നർച്ചറിങ് പാരന്റ് ആണ്. ആ കുട്ടി ഒരു റെസ്പോൺസിബിൾ അഡൾട്ടായിട്ട് വളർന്നു വരാനുള്ള അവസരങ്ങൾ അവർ ഇല്ലാണ്ടാക്കിയിട്ട് ആ കുട്ടിയെ സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ് അവർ. കാരണം കുട്ടി ചെയ്താൽ ശരിയാവില്ല, എന്നാൽ ഞാൻ ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ടാവും. അപ്പൊ അതൊരു നെഗറ്റീവ് നർച്ചറിങ് പാരന്റ് ആണ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു വന്നത് ഈഗോ സ്റ്റേറ്റിന്റെ കഥകളാണ്. ഈഗോ സ്റ്റേറ്റ് നമ്മൾ ആദ്യത്തെ 2 സെഷനിൽ കുറച്ച് നാളായി ഇതിനെപ്പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു പാരന്റ് ഉണ്ട്, ഒരു അഡൾട്ട് ഉണ്ട്, ഒരു ചൈൽഡ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ പാരന്റിന് 2 ഭാഗങ്ങളുണ്ട്. ക്രിട്ടിക്കൽ പാരന്റ് അല്ലെങ്കിൽ കൺട്രോളിങ് പാരന്റ്, നർച്ചറിങ് പാരന്റ് ഉണ്ട്. അതുപോലെ ചൈൽഡിലുണ്ട് ഒരു ഫ്രീ ചൈൽഡും ഒരു അഡാപ്റ്റഡ് ചൈൽഡും. ഇനി അഡൾട്ടിന് വേറെ വകഭേദങ്ങളുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇല്ല. സത്യം പറഞ്ഞാൽ അഡൾട്ട് ഒരു തരത്തിലേ ഉള്ളൂ. കാരണം അഡൾട്ട് ഹിയർ ആൻഡ് നൗ ആണ്. ഇപ്പോൾ എന്ത് എന്നുള്ളതിൽ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ വെച്ചിട്ട് അപ്പൊ നമുക്ക് ഏറ്റവും ഉചിതമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മളുടെ അഡൾട്ടാണ്. അപ്പൊ അഡൾട്ടിന് ഒരു ഇതേ ഉള്ളൂ. അപ്പൊ PAC എന്ന് നമ്മൾ 3 വട്ടം വരച്ചിട്ട് സ്ട്രക്ചറൽ ഈഗോ സ്റ്റേറ്റ്സ് പറഞ്ഞ പോലെ ഫങ്ഷണൽ ഈഗോ സ്റ്റേറ്റ് വരുമ്പോഴത്തേക്കും ഒരാളിൽ തന്നെ 5 ഭാവങ്ങളായി. 3 ഭാവങ്ങളിൽ നിന്ന് നമ്മൾ പിന്നെ മുന്നിലേക്ക് പോയി 5 ഭാവങ്ങളിലേക്ക് വന്നു. ഇതെല്ലാം നമ്മൾ ഓരോരുത്തരിലുമുണ്ട്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.